ഹലോ, ഇന്ന് വീടിന്റെ അവിടെ ചെക്കന്മാരൊന്നുമില്ല. കുറച്ചു പേര് വയനാട്ടിലേക്ക് ടൂർ പോയി. ഞാൻ കൂടെ പോയില്ല, കാരണം എനിക്ക് ഫുട്ബോൾ ക്യാമ്പ് ഉണ്ട്. അങ്ങനെ ടെറസിന് മേലെ പോയി ഓരോരോ കാഴ്ചകൾ കണ്ട് ഇരിക്കുമ്പോഴാണ് ഒരു കാഴ്ച എന്റെ കണ്ണിൽ പെട്ടത്. വീടിനകത്തേക്ക് കയറുന്ന സ്റ്റെപ്പ് പൊട്ടി പാളിസായിരിക്കുന്ന കാഴ്ച. എപ്പോഴോ ഒരിക്കൽ അമ്മ സിമന്റൊക്കെ ഇട്ട് നേരാക്കി വെച്ചതായിരുന്നു, അത് ഇപ്പൊ പൊട്ടിപ്പോയി. ഇന്ന് ഞാനാണ് ആ പൊട്ടിപ്പോയ ഭാഗം ശരിയാക്കാൻ പോകുന്നത്. കെട്ടുപണി, തേപ്പ് പണി, അതുപോലെയുള്ള ജോലികൾ ഒന്നും എനിക്ക് അറിയില്ല. വീട് പണി നടക്കുമ്പോൾ പണിക്കാര് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ടതിന്റെ അറിവ് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് അറിയാവുന്ന അറിവ് വെച്ച് ഞാൻ പണി ചെയ്യാൻ ഒരുങ്ങി. പണി ചെയ്യാൻ പോകുന്ന ഭാഗം ഭയങ്കര ഡ്രൈ ആയിരുന്നു. ആ ഒരു ഭാഗം കുറച്ച് വെള്ളമൊഴിച്ച് നനച്ചു കൊടുത്തു. വീട്ടുമുറ്റത്ത് കുറച്ച് അനാവശ്യമായി മെറ്റലുകൾ കിടക്കുന്നുണ്ട്. ആ മെറ്റലുകളെ പെറുക്കി ചട്ടിയിലേക്ക് ഇട്ടു. വീടിന്റെ വേറൊരു മൂലയ്ക്ക് കുറച്ച് ബാക്കി വന്ന പാറപ്പൊടികളും ഉണ്ടായിരുന്നു. 2 ചാക്കും സംഘടിപ്പിച്ചു. ശേഷം പാറപ്പൊടിയെ എടുത്തു. അങ്ങനെ ആദ്യത്തെ ചട്ടി കൊട്ടി. ശേഷം രണ്ടാമത്തെ ചട്ടിയും എടുത്തു. അതും കൊണ്ടുവന്ന് കൊട്ടി. അങ്ങനെ ഒരു 3-4 ചട്ടി പാറപ്പൊടി കൊട്ടി. ശേഷം അതിലേക്ക് ഒരു അരച്ചട്ടി സിമന്റ് പൊടിയും. സിമന്റ് പൊടി കൊട്ടുന്നതിനിടയിൽ എന്റെ കണ്ണിലേക്ക് കുറച്ച് തെറിച്ചു. 15 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം പാറപ്പൊടിയും സിമന്റും തമ്മിൽ മിക്സാക്കി കുറച്ച് അധികം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ആക്കി. അങ്ങനെ കലക്കിയതിനെ വേറൊരു ചട്ടിയിലേക്ക് ഇട്ടു. ആദ്യത്തെ ചട്ടി മട്ടി കൊണ്ടുവന്ന് കൊട്ടി. രണ്ടാമത്തെ ചട്ടിയും നിറച്ചു. അങ്ങനെ അതും കൊണ്ടുവന്ന് കൊട്ടി. അതിനെ കൈവച്ച് ഒപ്പമാക്കി. അങ്ങനെ ഒരു 3-4 ചട്ടി കൊണ്ടുവന്ന് കൊട്ടി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാ ഭാഗവും ഒരേപോലെ ആക്കി. കുറെ ചട്ടികൾ മട്ടി കൊണ്ടുവന്ന് കൊട്ടി. അതൊന്നും എടുക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് എന്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു. എന്റെ പണി ഏകദേശം ഫിനിഷിംഗ് പോയിന്റ് വരെ എത്തി. ശേഷം കുറച്ച് സിമന്റ് പൊടി എടുത്തു. അതിലേക്ക് വെള്ളം ഒഴിച്ച് കലക്കി. ശേഷം കലക്കിയ സിമന്റ് വെള്ളം മട്ടിയിലേക്ക് ഒഴിച്ചു. സിമന്റ് വെള്ളം എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു. എന്നിട്ട് എന്റെ കൈ കൊണ്ട് മെഴുകി. അങ്ങനെ ഇന്നത്തെ എന്റെ പണി പൂർത്തിയായി. ഞാൻ കൈയും മുഖവും നന്നായി കഴുകി. സിമന്റ് പൊടി കയ്യിൽ ആക്കിയത് കാരണം എന്റെ കൈ പൊള്ളാൻ തുടങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത എന്തെങ്കിലും ആയിട്ട് വരാം.